മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അബൂബക്കറേ, ലൗ അഅതൈതനി ലഹദതൻ വാഹിദതൻ മിൻ ഹയാതിക, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതായ ഒരു സമയമുണ്ടല്ലോ, ആ സമയം നിങ്ങൾ എനിക്ക് തരുമോ അബൂബക്കറേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഉമറേ, എൻ്റെ ജീവിതത്തിലെ ഏത് വിലപ്പെട്ട സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എൻ്റെ ജീവിതത്തിലെ ഏത് വിലപ്പെട്ട സമയമാണ് നിങ്ങൾ കൊതിക്കുന്നതെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട അബൂബക്കറേ, ഏത് സമയമെന്നറിയോ? ഏത് സമയമെന്നറിയുമോ അബൂബക്കറേ? ഇസ്ലാമിന്റെ ശത്രുക്കൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് കാത്തിരുന്നല്ലോ. ഹബീബിനെ കൊന്നുകളയുന്നതിന് വേണ്ടിയിട്ട് മക്കയിലെ ഖുറൈശികൾ മുഴുവൻ കാത്തിരുന്നതായ ഒരു സമയമുണ്ടല്ലോ. ആ സമയത്ത് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും വലിയ സംരക്ഷണം കൊടുത്തുകൊണ്ട് പ്രവാചകനെ ചേർത്ത് പിടിച്ചല്ലോ അബൂബക്കറേ. ഏറ്റവും വലിയ സംരക്ഷണം കൊടുത്തുകൊണ്ട് പ്രവാചകനെ ചേർത്ത് പിടിച്ചല്ലോ അബൂബക്കറേ. ഒരു ശത്രുവിനും വിട്ടുകൊടുക്കാതെ മനോഹരമായ സൗർഗുഹയ്ക്കകത്ത് നിങ്ങൾ 3 രാത്രി കഴിഞ്ഞുകൂടിയല്ലോ. ആ ഒരു വിലപ്പെട്ട സമയമാണ് ഞാൻ ചോദിക്കുന്നത് അബൂബക്കറേ. ആ ഒരു വിലപ്പെട്ട സമയമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു വിലപ്പെട്ട സമയമാണ് ഞാൻ കൊതിക്കുന്നത്. പ്രവാചകനെ ഭ്രാന്തനെന്ന് വിളിച്ചപ്പോൾ, പ്രവാചകനെ കുറ്റപ്പെടുത്തിയപ്പോൾ, പ്രവാചകനെ കൊന്നുകളയുന്നതിന് വേണ്ടി തീരുമാനമെടുത്തപ്പോൾ, പ്രവാചകനെ മക്കക്കാരും മുഴുവനും കൈയൊഴിഞ്ഞപ്പോൾ, ആ പ്രവാചകനെ താങ്ങിപ്പിടിച്ചുകൊണ്ട്, ആ പ്രവാചകന് വലിയ തണലായി നിന്നുകൊണ്ട്, ആ പ്രവാചകന് ഒരിടത്തും കിട്ടാത്ത സുരക്ഷിതത്വം കൊടുത്തുകൊണ്ട് സൗർഗുഹയ്ക്കകത്ത് പോയിരുന്നു ഒളിച്ചിരുന്നതായ ആ ഒരു സമയമുണ്ടല്ലോ. ഒരു വിലപ്പെട്ട സമയമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ആ സമയം എനിക്ക് തരുമോ അബൂബക്കറേ? ആ സമയം എനിക്ക് തരുമോ അബൂബക്കർ? ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കാൽപാദങ്ങൾ ആ സൗർഗുഹയുടെ മുമ്പിലെത്തിയപ്പോൾ അകത്തിരുന്നു കൊണ്ട് പ്രവാചകന്റെ മുമ്പിലിരുന്നു കൊണ്ട് പറഞ്ഞല്ലോ, യാ റസൂലല്ലാഹ്, അവര് നമ്മളെ കണ്ടുമുട്ടിയാൽ അവര് കൊന്നുകളയും നബിയേ, കൊന്നുകളയും റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ സൗർഗുഹയ്ക്കകത്തിരുന്നുകൊണ്ട് വിലപിച്ചതായ ഒരു സമയമുണ്ടല്ലോ അബൂബക്കറേ. നിങ്ങൾ കരഞ്ഞതായ ഒരു സമയമുണ്ടല്ലോ. നിങ്ങളെ കണ്ണീര് തുടച്ചിട്ട് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ദുഃഖിക്കല്ലേ അബൂബക്കറേ, വേദനിക്കല്ലേ അബൂബക്കറേ, പ്രയാസപ്പെടല്ലേ അബൂബക്കറേ, ഭയക്കല്ലേ അബൂബക്കറേ, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട് അബൂബക്കറേ എന്ന് പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളോട് പറഞ്ഞ ആ വിലപ്പെട്ട സമയമുണ്ടല്ലോ, ആ മനോഹരമായ സമയമുണ്ടല്ലോ, ആ സമയമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു നിമിഷമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെനിക്ക് തരുമോ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ തങ്ങൾ പറയുന്നു, ഉമറേ, അത് ചോദിക്കല്ലേ ഉമറേ. ആ ഒരു നിമിഷം എൻ്റെ ജീവിതത്തിൽ അല്ലാഹു തന്ന വലിയ അനുഗ്രഹമാണ് ഉമറേ. അതൊരാൾക്കും അതിനുള്ള അവകാശം
അവകാശമില്ല. എൻ്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ചേർന്നിരുന്ന സമയമാണ്. എൻ്റെ മുത്ത് റസൂലിനോടൊപ്പം ഒരുപാട് സ്നേഹം പങ്കിട്ട സമയമാണ്. എൻ്റെ മുത്ത് റസൂലിൻ്റെ സ്നേഹം എനിക്ക് കിട്ടിയ സമയമാണ്. എൻ്റെ പുന്നാര ഹബീബായ മുത്തുനബി തങ്ങൾക്ക് ആശ്വാസം കൊടുത്ത സമയമാണ്. ആ ഒരു സമയത്തെ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുകയാണ്. അതെനിക്ക് തരാൻ പറ്റൂല. ഈ ലോകത്തുള്ള മുഴുവൻ സമ്പത്തിന്റെ മുമ്പിൽ കൊണ്ടുവച്ചാൽ, ഈ ലോകം മുഴുവൻ ഭരിക്കാനുള്ള അധികാരം എൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചാലും അതിനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, അതിനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ കൊതിക്കുന്നത് എൻ്റെ പുന്നാര ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പമുള്ള സൗർ ഗുഹയ്ക്കകത്തുള്ള ആ 3 രാത്രികളാണെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എത്ര മനോഹരമായ ചരിത്രമാണ്. എൻ്റെ പെങ്ങളെ, എൻ്റെ ചെറുപ്പക്കാരാ, പഠിച്ചുകൊള്ളുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, പഠിച്ചുകൊള്ളുക. വെറുതെയല്ല, ആ മുത്തു റസൂലിൻ്റെ ഏറ്റവും വലിയ ഹബീബിൻ്റെ സ്ഥാനത്തേക്ക്, ആ മുത്തു റസൂലിൻ്റെ ഏറ്റവും വലിയ മഹബൂബിൻ്റെ സ്ഥാനത്തേക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നത് വെറുതെയല്ല. അല്ലാഹുവേ, ആ മുത്തിനോടുള്ള സ്നേഹം ഞങ്ങൾക്ക് തരണേ അല്ലാ. ആ മുത്തിനോടുള്ള സ്നേഹം ഞങ്ങൾക്ക് തരണേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.